Hello friends, welcome to my channel. ഞാനിന്ന് പനീർ ടിക്കയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പനീർ മിക്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 5 ടേബിൾ സ്പൂൺ തൈര് എടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല ജീരകം പൊടിച്ചത് 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കസൂരി മെത്തി 1/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന തൈരിന് പുളി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ ചേർക്കാം. അതുപോലെ ഗാർലിക് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പനീറിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പൗഡർ എടുത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ബേസൻ ഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീർ ടിക്ക ഉണ്ടാക്കുന്നതിനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ക്യാപ്സിക്കം ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒണിയൻ കുറച്ച് വലുതായിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ക്യാപ്സിക്കം ഇതിലേക്ക് ചേർക്കാം. ക്യാപ്സിക്കവും ഒണിയനും എല്ലാം കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാവരും ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലാണ് നമ്മൾക്കത് എല്ലാ സൈഡും ഒരുപോലെ കുക്ക് ചെയ്ത് കിട്ടുള്ളൂ. നമ്മൾക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി നമ്മളുടെ മെയിൻ ഐറ്റമായ പനീർ ചേർക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പനീർ ടിക്ക സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇനി നമ്മൾക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പനീർ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ പനീർ ടിക്ക ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ക്ലിംഗ് ഫിലിം വെച്ച് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം പനീറിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് 1 മണിക്കൂർ നമ്മൾ ഈ ബൗള് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമ്മൾക്കിതെടുത്ത് പനീർ ടിക്ക റെഡിയാക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബൗള് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾക്കിതൊരു ബാംബൂ സ്റ്റിക്കിലേക്ക് കോർത്തെടുക്കാം. ബാംബൂ സ്റ്റിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ബാംബൂ സ്റ്റിക്കിലേക്ക് നമ്മൾക്കിത് ഓരോന്നായിട്ട് കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾക്കൊരു ഒണിയൻ എടുക്കാം. ഇനി നമ്മൾക്കൊരു പനീർ കോർത്തെടുക്കാം. അതുപോലെ നമ്മൾക്കൊരു ക്യാപ്സിക്കവും കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാംബൂ സ്റ്റിക്കിൽ ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ എല്ലാവരും അടുപ്പിച്ച് വയ്ക്കരുത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു സ്റ്റിക്കിൽ കോർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റിക്ക് എടുത്ത് അതിലും ഇതുപോലെ തന്നെ നമുക്ക് കോർത്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ അടുത്ത സ്റ്റിക്കിലും ഇതുപോലെ തന്നെ കോർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പനീറും ക്യാപ്സിക്കവും ഒണിയനും എല്ലാം ഓരോന്നായിട്ട് എടുത്ത് അടുത്ത ബാംബൂ സ്റ്റിക്കിലേക്ക് നമുക്ക് കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാംബൂ സ്റ്റിക്കിൽ ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ എല്ലാം കൂടി അടുപ്പിച്ച് വെക്കരുത്. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം. എന്നാലാണ് നമ്മുടെ പനീറും ക്യാപ്സിക്കവും ഒണിയനും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ അടുത്ത സ്റ്റിക്കിലും ഇതുപോലെ തന്നെ കോർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് ബാംബൂ സ്റ്റിക്കിലേക്ക് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതെല്ലാം തന്നെ ബാംബൂ സ്റ്റിക്കിലേക്ക് കോർത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു ബട്ടർ ക്യൂബ് ഇട്ട് കൊടുക്കാം. പനീറും അതുപോലെ വെജിറ്റബിൾസും എല്ലാം കോർത്ത് വെച്ചിരിക്കുന്ന ബാംബൂ സ്റ്റിക്ക് ഇതാ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ബാംബൂ സ്റ്റിക്ക് ഓരോന്നായിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഓരോന്നായിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി 4 സൈഡും നന്നായിട്ട് കുക്കാവുന്നതിനായിട്ട് നമ്മൾക്കിതിങ്ങനെ ഓരോ സൈഡ് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പനീർ കോർത്ത് വെച്ചിരിക്കുന്ന എല്ലാ ബാംബൂ സ്റ്റിക്കും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഓരോ സൈഡ് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം, എല്ലാ സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ 4 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റിക്ക് നമ്മൾക്ക് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യാം. ഇതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതും ഈ പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. 4 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതും ഈ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ബാംബൂ സ്റ്റിക്കും കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞു. ഞാനിതൊന്ന് ക്ലോസപ്പിലൊന്ന് കാണിക്കാം. കുറച്ച് മല്ലിയില കൂടി ഇതിന് മുകളിലേക്കിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.